വയ്യ, മടുത്തു. എത്ര നാളാ ഇങ്ങനെ? എല്ലാം അറിഞ്ഞിട്ടും കേട്ടിട്ടും നിനക്ക് നിന്റെ മൂലം ചെലവ് തരാൻ ഞാൻ മടിച്ചില്ല. ഇപ്പൊ എന്നെ അവമാനിക്കാൻ കൂടെ തുടങ്ങിയിരിക്കുന്നു. എന്തുണ്ടായിന്ന നിങ്ങൾ പറയുന്നത്? നിന്റെ മോന് ഞാൻ കൊടുക്കുന്നത് പോരെങ്കിൽ പറഞ്ഞേക്കടി. കടകളിൽ കയറ്റി അവകാശത്തിന്റെ പേര് ചായ വാങ്ങിച്ചു കൊടുക്കാൻ അയലത്തുകാരനുണ്ടല്ലോ. എടാ, നിനക്കാരെങ്കിലും ചായ വാങ്ങിത്തന്നോ? തന്നോന്ന് തന്നു. ആരടാ? അങ്ങേതിന് മോള് കൊണ്ടുവരാം. ഇങ്ങനെ അങ്ങ് ഒത്ത് കിട്ടുവോ? അങ്ങനെ അങ്ങ് ഒത്ത് കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഒളിച്ചുണ്ടായ വിളിച്ചു പറയും. അതിനും വീട് കൊടുത്ത് വീട് തമ്പരാ. ആർക്കാ? അച്ഛന്. ഇത്രയും രാവിലെ നിന്റെ അച്ഛൻ എന്തിനാ ഇത്രയും ബീഡി? വേറെ ആരെങ്കിലും കാണുമായിരിക്കും. നിന്റെ അച്ഛന് ബീഡി വലി ഇപ്പൊ കൂടുതലാണല്ലോടാ കൊച്ചനെ. പണ്ടാരന്മാര് അവിടെ അങ്ങ് ഇരിപ്പുണ്ടോടാ കുട്ടപ്പാ? നിനക്ക് വല്ലതും തരുവോടാ കൊച്ചനെ? വീട്ടിലല്ലാതെ ഇല്ലാതെ വഴക്കൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഗോപാല, കാര്യം പറഞ്ഞിട്ട് എന്നാതെ പിണങ്ങും. എണ്ണു പിണങ്ങിയതാ കാര്യം. ആ കൊച്ചനെ മനസ്സിൽ കൊണ്ടുവേണം തമ്പ്രാക്കന്മാരെ. ഞാനൊന്ന് പോടൂ. അവന്റെ ഈ പൊണ്ണത്തടിയേ ഉള്ളൂ. ആളൊരു ബുദ്ധൂസാ. കൊച്ചുമണ്ടാരം അതൊക്കെ പോ. സത്യം പറഞ്ഞ ഈ നെടുനീളം മുട്ടകൾ വിരിയുന്നത് വെടക്കോഴി കുഞ്ഞുങ്ങളായിട്ട് തന്നെ. നിനക്ക് എത്ര മുട്ട പകരം വേണ്ടേ? 11. എന്റെ മുട്ടകൾ ഇതുപോലൊക്കെ തന്നെയാ. പക്ഷെ അയലത്ത് പൂവനുണ്ടെന്ന് വെച്ച് വിശ്വസിച്ച് എങ്ങനെ അടവിക്കും? ഓ, അതൊക്കെ ഭാഗ്യമോ. അയലത്തെ പൂവിന്റെ മുട്ടയായി കൂടുന്നുണ്ടോ? ഏതായാലും മുട്ടയൊന്നും ആകാശം കാണിക്കരുത്. ഒരു ഇരുമ്പ് തുണ്ടും 2 വർഷം കരിക്കട്ടെ ഉമ്മിക്കകത്തിട്ട് വേണം അടവയ്ക്കാൻ. അമ്മേ, കൊച്ചു കൊണ്ടാണെന്ന് എല്ലാരും എന്നെ വിളിക്കുന്ന എന്താ അമ്മേ? എന്തിനാണ് അമ്മേ അങ്ങനെ വിളിക്കുന്നത്? ഓളേക്കാം, ആ വീഡിയോ കൊണ്ട് കൊടുത്തു. ഇനി ആരെങ്കിലും അങ്ങനെ വിളിച്ചാ തന്നോടൊന്നും പറ. പറഞ്ഞില്ല. ഞാൻ പോട്ടെ. എന്റെ പൊന്നാശാനെ, എന്താ ഇത്? ആശാൻ എന്നെ ശിഷ്യനാക്കണം. കാല് ഞാൻ തുടർന്നും പിടിക്കാം. എന്നാലും എങ്ങനെ പറ്റിക്കുന്നുണ്ട് ആശാനെ? എന്തോന്ന്? ഓച്ചിറക്കാളയമായിട്ട് ഇവിടെ വന്ന അന്ന് മുതല് ആശാന്റെ ഓരോ വേലകളും ഞാൻ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ.
സത്യത്തിൽ ആശാന്റെ ഒരു എലി ആരാധിക്കാണ് ഞാൻ. ഇതെങ്ങനെ ഒപ്പിക്കുന്നു ആശാന്? എന്തോന്ന് ആശാന്റെ ഈ അതൊക്കെ ഒരു വശമാണെന്ന് വെച്ചോ, ഒരു ഞുണുങ്ങ് വേല. ആ ഞെണുങ്ങി വേല എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ആശാൻ എന്നെ ശിഷ്യനാക്കണം. ഞാൻ എത്ര വേണേലും കാണിക്കാം. അതെ. മയിലെണ്ണ കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ പാണ്ടിക്കാർ കൊണ്ട് കിടക്കുന്നത്? ആ, അത് തന്നെ. താന് ഒരു കാര്യം ചെയ്യുന്നു എന്നിരിക്കട്ടെ. അല്ല, ചെയ്യുന്നു. ഉണങ്ങി ചുക്കിലടിച്ച ഒരു കഷ്ണം ഈർക്കിൽ വീടിന്റെ വാരിയിൽ നിന്നെടുത്താട്ടെ. ഒന്ന് വളച്ചോക്ക്. എങ്ങനെ? ഒടിയും. ഒടിയത്തില്ല. അതിലല്പം മൈലെണ്ണ പുരട്ട്. എന്നിട്ടൊന്ന് വളച്ചു നോക്ക്. മോതിരം വളയുന്ന പോലെ വളയും. ആണുങ്ങളുടെ കയ്യില് അല്പം മൈലെണ്ണ വേണം. ഉണ്ടോ? ഉണ്ട്. എന്നിട്ട് സമയമാകുമ്പോ കുപ്പി കമന്നു പോകും. ഓ, പിന്നെയും പുരട്ടാൻ നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് താമര പണി നോക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്റെ പണി നോക്കി. എനിക്ക് ആ. ഈ പണി പറ്റത്തില്ല. ഏ? അല്ല സാറേ, കാര്യമില്ലടോ. ഇതെല്ലാം രക്തത്തിൽ കലർന്ന് കിടക്കുന്നതാ. അതങ്ങോട്ട് സമയത്തിന് പ്രയോഗിച്ചാൽ മതി. താൻ എന്റെ കാര്യം നോക്ക്. തലമുറകളായി ഞങ്ങൾ കാളക്കാരായിരുന്നു. ഞങ്ങളുടെ കാളന്മാരായിരുന്നു ഓച്ചിറയിലെ ഏറ്റവും വലിയ കാളകൾ. ക്ഷേത്രത്തിലെ നേർച്ചയ്ക്ക് പുറമെ കുടികളിലെ പശുക്കൾ വഴിയായും നല്ല ഒരു തുക കിട്ടിയിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞ എനിക്ക് ഇതൊന്നും അത്ര കാര്യമല്ലടോ. എന്നെ ശിഷ്യനാക്കണം. എടോ, തനിക്ക് ആ ചുരുട്ട് പരിപാടിയാ നല്ലത്. എന്നെ ഉപേക്ഷിക്കരുത്. നോക്ക്, താൻ ഈ പറ്റാത്ത പരിപാടിക്ക് ഒരുങ്ങണ്ട. തന്നെ ഞാൻ ശിഷ്യനാക്കാം. ഹര ഹരോ ഹര. വിളിക്കടോ. ഹര ഹരോ ഹര. ഹര ഹരോ ഹര ഹരോ ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹരോ ഹര ഹരോ ഹര. ആരും ഇല്ലേ?